ഹായ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്ന് എനിക്ക് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോയിലേക്ക് ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ ലൈവിൽ വരും, പിന്നെ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയൊരു ലോങ് വീഡിയോയ്ക്ക്, ചെറിയ ഒരു ലോങ് വീഡിയോ, വലുതല്ല, ചെയ്യാൻ നോക്കും. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം കിട്ടിയിട്ടുണ്ടെന്നേ. ഇത് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. നേരത്തെ ഞങ്ങൾ വാടക വീട്ടിൽ ഇങ്ങനെ മാറി മാറി താമസിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താന്ന് മനസ്സിലായില്ലേ? മൈലാഞ്ചിയാണ്. ഇത് നല്ല കളറുള്ളതാണിത്. എല്ലാ മൈലാഞ്ചിക്കും ഒരുപോലെ കളർ കിട്ടത്തില്ലല്ലോ. അപ്പം ഇത് ഞങ്ങള് ഇങ്ങനെ തളിപ്പറമ്പ് ടൗണില് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഇതിനെക്കാട്ടിലും ചെറിയ ഇലയായിരുന്നേ. ഞാനത് ഇല പറിച്ചു കൊണ്ടുവന്ന് അരച്ച് തല തേക്കാനാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ തലയിൽ ഞാൻ കറുപ്പൊന്നും അടിക്കാറില്ല. പ്രായം എന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്താൽ ഞാൻ കുറച്ച് മൈലാഞ്ചിയൊക്കെ അരച്ച് തേച്ച് വെക്കും. എന്നാലും കുറച്ചൊരു കളറൊക്കെ വ്യത്യാസം വരുത്താൻ നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അരച്ച് വെക്കുമ്പോൾ നല്ല കളർ, നല്ല ചുവപ്പോ, ഒരു കടുപ്പം കൂടിയ കളറാണ്. അപ്പോൾ അതിൻ്റെ കമ്പും ഞാൻ പിടിച്ച് കൊണ്ടുവന്ന് നട്ടു. ഞാൻ പിന്നെ എവിടെ ഉണ്ടെങ്കിലും അവിടെ എല്ലാം കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കും. അങ്ങനെ നട്ടുപിടിപ്പിച്ച് വാടകയ്ക്ക് നിന്ന് വീട്ടിൽ നട്ടുപിടിപ്പിച്ചിരുന്നതാണ്. പിന്നെ അവിടുന്ന് മാറുമ്പോൾ കൊണ്ടുപോകും, എല്ലാവർക്കും കൊടുക്കും. ഒരിടത്ത് പോയാലും ഒരിടത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വേറെ എല്ലാവർക്കും ഒടിച്ചു കൊടുക്കും, കൊണ്ട് നട്ട് വെക്കാനും പറഞ്ഞു. അങ്ങനെയൊക്കെ നട്ട് വെച്ച് ഇന്നിപ്പം ഞാൻ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ പോയതാണ്. വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ. അവിടെ ചെല്ലുമ്പം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇത് അവിടെ നിൽപ്പുണ്ട്. ഞാൻ നട്ടുപിടിപ്പിച്ച പോലെ എൻ്റെ മൈലാഞ്ചിക്കുട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് പൊടിച്ച് മേടിച്ചത് കേട്ടോ. ഞാനൊരു കമ്പ് നടാൻ വേണ്ടിയിട്ട് ചോദിച്ചു, കുറച്ച് ഇലയും ചോദിച്ചു. അവർ കുറേ ഒടിച്ച് തന്നു, മുറിച്ച് തന്നു. പിന്നെ ഞാൻ അത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതി, ഞാൻ വേണേൽ പിന്നെ വന്ന് മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞേ. എന്നാലും അവർക്ക് കൊണ്ടുപോകണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ ഒടിച്ച് തന്നു. ഞാൻ മനസ്സിലോട്ടാ തന്നേക്ക് എന്റെ മനസ്സിലൊക്കെ വിചാരിച്ചു. എന്തായാലും അവർ ഒത്തിരി ഒടിച്ചു തന്നു. ഇല കുറച്ച് പറിച്ചും തന്നു. അതെ, ഞാനിവിടെ ഇല പറിച്ചത് കടലാസിൽ പൊതിഞ്ഞൊന്നിലേ കൊണ്ടുവന്നേ. ഇനി ഈ ഇല എല്ലാം കൂടെ നമുക്കിത് നടാനായിട്ട് ഇലയുടെ ആവശ്യമില്ലല്ലോ. ഇനി ഈ ഇല ഞാനിങ്ങനെ ഊരി എടുക്കുകയാണ്. ഇങ്ങനെ ഇതിങ്ങനെ ഊർത്തി എടുത്തിട്ട് ഫ്രീസറിലോട്ട് വെക്കും. ഫ്രിഡ്ജിൽ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും. കുറെ നാൾ കഴിയുമ്പോൾ കേടായി പോകുമല്ലോ. ഫ്രീസറിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളൂ. ഞാൻ നേരത്തെ അവിടെ പിന്നെ അബുദാബിയിലോട്ട് പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും വരുമ്പോൾ പറയും, തീർന്നു കഴിയുമ്പോൾ കൊണ്ടുതരാൻ പറയും. വെറുതെ ഈ കെമിക്കലൊക്കെ വാരത്തേക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മൈലാഞ്ചി ആണെങ്കിൽ മൈലാഞ്ചി ആണെന്നൊക്കെ പറയും. മൈലാഞ്ചി പൊടിയൊന്നുമല്ലേ. ഞാൻ ഈ മൈലാഞ്ചി ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഒരു കാര്യമില്ല, നമ്മുടെ മൈലാഞ്ചി അങ്ങനെ തന്നെ ഉണക്കിയെടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കളറ്. പലരും പറയുന്നത് നല്ല കളറാണെന്നൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് വെറുതെ ഉണക്കിയെടുത്തിട്ട് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഇലയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ. ഇനി ഇത് 1-2 കഷ്ണങ്ങളാക്കി എകരമൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഇത് ഞാൻ നട്ടുവെക്കും. എപ്പോഴും ചെറിയ ഇളം തണ്ടാണ്, തീരെ ഇളം തണ്ടല്ല. എന്നാൽ ചില സമയത്ത് ഇളം തണ്ട് പിടിക്കും. കുഞ്ഞ് കമ്പ് വെച്ചാലും ചിലപ്പോൾ പിടിക്കും. മിക്കവാറും ഇതൊക്കെ പൊട്ടി തളർത്ത് കിട്ടും. അപ്പൊ ഇതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറെ കമ്പുണ്ടല്ലോ, നട്ട് വെക്കാം. പിന്നെ ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാം. നമുക്ക് പോയാലും വേറെ ആൾക്കുണ്ടെങ്കിൽ നമുക്ക് അവരോട് മേടിക്കാമല്ലോ. അങ്ങനെ അപ്പൊ ഇതിൽ നിന്നെല്ലാം എടുത്തിട്ട് എനിക്ക് ഇത്രയും നല്ല കഥ ആയതുകൊണ്ട് എനിക്ക് ഇതിനെ തന്നെ പിടിപ്പിക്കണമെന്നില്ല. ഞാനത് എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ഞാൻ ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഞാൻ അരച്ച് കുറച്ച് തലത്തേക്കും, ബാക്കിയത്തേത് ഫ്രീസറിൽ വെക്കും. ഇടയ്ക്കെടുത്ത് അരച്ച് തേക്കാമല്ലോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ. അങ്ങോട്ട് വരുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുമ്പോൾ എന്ന് പറയുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകണം എനിക്ക്. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ ഭയങ്കര കൂട്ടുകാരി. അവൾക്ക് കുറച്ച് കൊണ്ടേ കൊടുക്കണം. ആൻറ്റി ഇനി കൊണ്ടുവരുമ്പോൾ തരണേന്ന് എന്നോട് പറഞ്ഞായിരുന്നേ. കൊടുക്കണം. ബാക്കി എല്ലാവരും കറുപ്പിക്കില്ലല്ലേ. അവർക്ക് പിന്നെ കറുപ്പിക്കാനോ ചോപ്പിക്കാനൊന്നുമല്ല, കയ്യിലിടാനൊക്കെയാണേ. ഒരുപാട് ചിലകൾ, നിറയെ ഇലയുണ്ടായിരുന്നതിനെ വെറും ചില്ല കമ്പാക്കി മാറ്റിയിരിക്കും. അങ്ങനെ ഇലകളെല്ലാം ഊർത്തിയെടുത്ത് കൊമ്പുകൾ മാത്രമായിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ കുഞ്ഞു എകരങ്ങളെല്ലാം കളഞ്ഞിട്ട് നട്ടുവെക്കും. ഒരു 5-8 മൂട് നടാനായിട്ടുണ്ട്. അങ്ങനെ ഒരു മൈലാഞ്ചി തോട്ടം തന്നെ ഞാൻ ഉണ്ടാക്കും. ഇത്രയും ഇല കിട്ടിയിട്ടുണ്ട്. ഇത്രയുണ്ട്. ഇതിപ്പോ ഈ കടലാസിൽ തന്നെ ഇങ്ങനെ പൊതിഞ്ഞിട്ട്
ഇത്രയേ ഉള്ളൂ. ഇത് കടലാസിൽ പൊതിഞ്ഞ് പാത്രത്തിലോ അല്ലെ നല്ല കവറിലോ വല്ലതും ഇട്ടിട്ട് ഇങ്ങനെ തന്നെ വെച്ചാൽ അടുത്ത് പോകും. ഒരു കവറിനകത്ത് വല്ലതും ഇട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുന്നു. എന്നിട്ട് ആവശ്യാനുസരണം എടുക്കുക, അരയ്ക്കുക, തലയിൽ തേക്കുക. അരമണിക്കൂറോ 1 മണിക്കൂറോ ഓരോരുത്തരുടെ തലയുടെ സ്ഥിതി അനുസരിച്ച്. തണുപ്പ് കുഴപ്പമില്ലാത്തവർക്ക് എത്ര സമയം ഇരുന്നാലും കുഴപ്പമില്ല. അല്ലാത്തവർ അരമണിക്കൂറൊക്കെ വെച്ചിട്ട് കഴുകി കളയുക. 1 മണിക്കൂറൊക്കെ വയ്ക്കാണ്. എന്നിട്ട് കഴുകി കളഞ്ഞിട്ട് വീണ്ടും പിറ്റേ ദിവസം ഒന്നും കൂടി അരച്ചതിന്റെ ബാക്കി കുറച്ച് അരച്ച് വെച്ചാൽ ഒരു ദിവസം 2-3 ദിവസം കൊണ്ട് തേക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോഴത്തേക്കും അപ്പൊ അതിന്റെ കാര്യം അങ്ങനെ. പിന്നെ എനിക്ക് വേറൊരു വിശേഷപ്പെട്ട ഇലയുണ്ട്, അങ്ങോട്ട് കാണിച്ചു തരാം. ഈ ഇല എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. കാണാത്തവരുണ്ടാവാം, എനിക്കറിയില്ല കേട്ടോ. അറിയാൻ മേലാത്തവരും കാണും. ഇതിനെ എടനയില എന്നാണ് ഞങ്ങൾ പറയാറ്. കുറെ ആൾക്കാർ ഇതിന് വഴനയില എന്ന് പറയുന്നുണ്ട്. വഴന, നമ്മൾ എടനയില എന്നാണ് പറയുന്നത്. ഇനി ചക്കയുടെ സീസൺ അല്ലേ ഇപ്പൊ. ചക്ക പഴം കൊണ്ട് അരിപ്പൊടിയൊക്കെ ചേർത്ത് ഞങ്ങൾ കുമ്പിളുണ്ടാക്കുന്നു എന്ന് പറയും. എല്ലാവരും എന്തൊക്കെയാ പറയുന്നത് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് കുറേ ഇലയും കിട്ടി. ഞാൻ ഇന്ന് പോയ പോക്കിൽ കിട്ടിയതാ കേട്ടോ. അവിടെ കുറേ ഉണ്ട്. ഇനി എനിക്ക് ചക്ക എടുക്കണം. അതൊക്കെ അടുത്ത വീട്ടിലൊക്കെ ചക്കയുണ്ട്, നല്ല ചക്കയുണ്ട്, തരാൻ പോവാന്ന് പറിച്ചോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ചക്ക പറിച്ച് പഴുപ്പിച്ച് ഇതിനെ അടയുണ്ടാക്കണം, കുമ്പിളാക്കണം, കുമ്പിള്. ഇനി തിരക്കിന്റെ ഇടയിലാണെങ്കിലും ഞാനത് കുറച്ച് എന്തായാലും ഉണ്ടാക്കണം. എനിക്ക് വയ്യ, ഇത്രയും നല്ല ഇല കിട്ടി. എന്താ മണം, ഹായ്, നല്ല മണം. വാടാതെ മരത്തേന്ന് ഓടി പൊട്ടിച്ച് കിട്ടിയതല്ലേ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങള്. അടിപൊളി ഇലകള്, എന്റെ ഇഷ്ടപ്പെട്ട ഇലകൾ കിട്ടി. മാത്രമല്ല, ഞാൻ വേറൊരെണ്ണം കൂടി കാണിച്ചു തരാവേ. അടുത്ത ഇല. ഇത്രയും ഇല കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? കടയിൽ നിന്ന് മേടിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഓടിച്ചോടിച്ചെടുക്കാം. എനിക്കിങ്ങനെ മരങ്ങൾ ഉണ്ടായിരുന്ന അറിയില്ല. എന്റെ കറിവേപ്പില. അപ്പൊ എനിക്ക് 3 പ്രധാനപ്പെട്ട ഇലകളാണ് കിട്ടിയിരിക്കുന്നത്: മൈലാഞ്ചി, കറിവേപ്പ്, ഇടനയില. അപ്പൊ വളരെ സന്തോഷമായി എനിക്ക്. അപ്പൊ എല്ലാവർക്കും നല്ല മണമുള്ള കേട്ടോ ഇത്. നല്ല നാടനാണ്. ഇതും നല്ല മണമുള്ള ഇലയാണ്. പിന്നെ കറിവേപ്പിന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് നട്ടുവെക്കാന്. മൈലാഞ്ചി ഉണ്ടല്ലോ. ഇങ്ങനെ എന്നെ പോലെ ഇലകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആർത്തിയുള്ള ആൾക്കാരുണ്ടോ എന്തോ. കാണുമായിരിക്കും അല്ലെ. കറിവേപ്പിലൊക്കെ കിട്ടുമ്പോൾ സന്തോഷമല്ലേ. എന്നെ അങ്ങനെ എന്റെ ഇലകളെല്ലാം ഞാൻ സംരക്ഷിച്ച് വെക്കട്ടെ, സൂക്ഷിച്ച് വെക്കട്ടെ കേട്ടോ. ഈ ഇല ഇനി എടനയുടെ ഇലയും ഇനി ഇതിനെല്ലാം തൂത്ത് അടത്തിയെടുത്ത് സൂക്ഷിച്ചു വെക്കണം. ഇത് കുറെ ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ അവിടെ ഇരുന്നോളും. കവറിനകത്തൊക്കെ ഇട്ട് വെച്ചാൽ കുറെ നാളിരിക്കും. നനവൊക്കെ ഇല്ലാതെ വേണം വെക്കാനേ. അതും നമ്മളുണ്ടല്ലേ, കടലാസിൽ പൊതിഞ്ഞ് വെച്ചാൽ കുറച്ച് വെള്ളം അതിലോട്ട് പിടിക്കുന്നതുകൊണ്ടായിരിക്കാം ഇത് കുറെ നാള് അങ്ങനെ കേടാകാതിരിക്കും. ഉണങ്ങി കഴിയുമ്പോൾ, കഴുകി വെച്ചിരിക്കുകയാണ് കറിവേപ്പില. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇതാ ഊർത്തിയെടുക്കും, ഇങ്ങനെ അല്ലി അടർത്തിയെടുക്കും. എന്നിട്ട് വെറുതെ ഭരണിയിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം. ഒട്ടും വെള്ളമായി ഉണ്ടാവരുത്. വെറുതെ ഭരണിയിലിട്ട് നമ്മൾ പുറത്ത് വെച്ചാലും ചില സമയത്ത് ഒരു കുഴപ്പമില്ലാണ്ട് 1 മാസം വരെ ചിലപ്പോൾ ഇരിക്കും. കാലാവസ്ഥയുടെ അനുസരിച്ചാണെന്ന് തോന്നുന്നു. ഇതിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാലും ചിലപ്പോൾ കുഴപ്പമില്ലാണ്ടിരിക്കും. പിന്നെ ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ഇതിങ്ങനെ ഊർത്തി അടച്ചെടുത്തിട്ട്, ഊർത്തി എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഊരിയെടുക്കുന്നതിന് കേട്ടോ. ഇങ്ങനെ ഊരിയെടുത്ത് ഇടുക. അതിന് മുകളിൽ ഒരു ടിഷ്യൂ ഒക്കെ കുറച്ച് ഇട്ട് അങ്ങനെ കുറച്ചിട്ട് അങ്ങനെ വേണേൽ വയ്ക്കുക. പിന്നെ വെറുതെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് കുപ്പിയിൽ ഇങ്ങനെ അടർത്തിയിട്ടിട്ട് ഇങ്ങനെ ഊരിയിട്ട് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും ഇരിക്കും. ഇത് ചില സമയത്ത് കുറെ നാളിരിക്കും, ചില സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അത് ഒരു കറുപ്പ് കയറി പോകുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. കാലാവസ്ഥയുടെ വ്യത്യാസമാണോ എന്നറിയില്ല. ചിലർ പറയും അങ്ങനെ ഇരിക്കും കുറെ നാളുകൾ ഇരിക്കും. ചില സമയത്ത് ഇരിക്കും, ചില സമയത്ത് പോകും. കാരണം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ഇടനയില അല്ലെങ്കിൽ വഴനയില ഞാൻ അതും ഇതുപോലെ അടർത്തി ഒരു പേപ്പറിലോട്ട് പൊതിഞ്ഞിട്ടുണ്ട്. 2 പേപ്പറിലാക്കിയിട്ട് ഞാനിങ്ങനെ എടുക്കുകയാണ്. അതും ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞു വെക്കും. കവറാണേ, നല്ല കവറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മടക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് കുറേ നാളിരിക്കും. ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ഇത് കുറേ നാളിരിക്കും. ഇങ്ങനെ ഫ്രീസറിലല്ല, ഇത് വെറുതെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അടിയിൽ പച്ചക്കറിയൊക്കെ വെക്കുന്ന തട്ടിലോട്ട് വെറുതെ വെക്കും. കറിവേപ്പിലയും വെറുതെ പുറത്ത് വെക്കും. ഇത് ഫ്രീസറിൽ കറിവേപ്പില വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കളറിന് മാറും, നമുക്ക് എടുത്ത് ഇടാം. ഞാൻ ചിലപ്പോൾ അങ്ങനെ വെക്കും. മൈലാഞ്ചിയുടെ പോലെ തന്നെ കറിവേപ്പിലയുടെ നേരെ എടുത്ത് കറിക്കകത്തേക്ക് ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല, മണമൊക്കെ കിട്ടും. ഇരുന്ന് ചീനി പോകുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ.
ഇതാ ഇങ്ങനെ 3 പാത്രത്തിൽ ഞാൻ വയ്ക്കുകയാണ്. 2 കുപ്പിയിൽ, ഒന്ന് ഫ്രീസറിൽ വെക്കും കവറിനകത്തത്, മറ്റേത് ഒരെണ്ണം ഇതാ ഇത് ഞാൻ വെറുതെ പുറത്ത് വയ്ക്കും, വലിയ കുപ്പിയുടേത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ എല്ലാം വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ലോങ് വീഡിയോയുമായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. സമയം പോലെയൊക്കെ ഞാൻ വരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.